ഹലോ ഫ്രണ്ട്സ്, സച്ചിൻ ദേവൻ ചെമ്മനൂർ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അവരെ സാധിച്ചു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ സച്ചിൻ രേവതിയും സച്ചിൻ്റെ പേര് ശ്രുതിയും നോക്കി നിൽക്കാൻ മറ്റൊരാൾ വന്ന് ഫോട്ടോ കൊടുക്കുകയാണ്. ഫോട്ടോ കാണുമ്പോൾ തന്നെ പറയും, ഇത് കൊള്ളാമല്ലോ, നല്ല ഫോട്ടോ ആണല്ലോ എന്ന് പറയും. സാറേ, ഈ ഫോട്ടോ വെക്കുകയാണ്, ഭയങ്കര ഐശ്വര്യം ഉണ്ടാകും, കർണാടകയിലും ആന്ധ്രയിലും തെലുങ്കാനയിലും എല്ലാം ഉണ്ട്, അവർ ഭയങ്കര പ്രചാരത്തിന് വന്നുകൊണ്ടിരിക്കുകയാണ്, സാർ എങ്ങനെയും മേടിച്ചെടുക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, ആണോ ശരി കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പറയും, സാറിന് ഐശ്വര്യം അഭിവൃദ്ധി എല്ലാം ഇവിടെ ഉണ്ടാകും എന്നൊക്കെ പറയും. ഉടനെ ഇത് ഈ ഫോട്ടോ കണ്ടിട്ട് ശ്രുതി പറയും, അയ്യോ ഇതെവിടെയോ കണ്ടിട്ടുള്ളല്ലോ ഈ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഫോട്ടോ നോക്കുമ്പോഴത്തേക്ക്, അയ്യോ ശ്രുതി ഇത് നിങ്ങളുടെ അമ്മയല്ലേ, അതത് ആൻറ്റി അല്ലേ എന്നുള്ള രീതി പറയണം. ആൻറ്റിയാണോ, അയ്യോ അമ്മയാണോ എന്നുള്ള രീതി സംസാരിച്ച് പെട്ടെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇന്നത്തെ സീൻ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രമതി ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രമതി ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത്യാവശ്യം എല്ലാവരും ചെറിയ ചെറിയ ചിരിയുണ്ട്, പക്ഷെ ആരും വലിയ രീതിയിൽ കാണിച്ച് കാണിച്ചാൽ എല്ലാവരും ഇല്ലാതാക്കുമല്ലോ നമ്മുടെ ചന്ദ്രമതി. അപ്പം സച്ചിക്ക് തിരിഞ്ഞിരുന്നാൽ ചിരിക്കുന്ന ഈ ഫോട്ടോ കണ്ടിട്ട് അമ്മ ഈ ഫോട്ടോ ഒത്തിരി ഒറ്റടിച്ചുകൊണ്ടിരിക്കുക, ഞാൻ പിന്നെ അത് പബ്ലിഷ് ചെയ്യേണ്ടെന്നുള്ള രീതിയിൽ ഞാനത് മേടിച്ചെടുത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാ കാരണക്കാരൻ ഇവളാണെന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. നീ എന്തിനാണ് ചിരിക്കുന്നത് എന്നുള്ള രീതിയിൽ രേവതിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി. അതിന് പുറകെ വർഷയും ചിരിക്കുന്നുണ്ട്, എല്ലാം ചിരിക്കുന്നുണ്ട്. അമ്മ ശരി, അമ്മ പറഞ്ഞ് ശരി, അമ്മയെ കരുതിക്കൂട്ടി ചെയ്യാൻ വേണ്ടി ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറയാം. അപ്പം അതിന് മുമ്പ് പറയുന്നുണ്ട്, ഇങ്ങനെ ഇവളന്ന് മാവ് തലയിട്ടപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതിന് അന്ന് രേവതി മാവ് തലയിട്ടപ്പോഴത്തേക്ക് വീണതാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇത് ഇവളാണ് കാരണം, ഇവളെന്നെ കാരണം എന്നുള്ള രീതി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ. അപ്പോൾ ഈ ചന്ദ്രമതിക്ക് കലി വന്നിട്ട് ഈ ഫോട്ടോ വലിച്ചെറിയുന്നുണ്ട്. ഫോട്ടോ വലിച്ചെറിയുമ്പോഴത്തേക്ക് നേരെ വന്ന് വീഴുന്നത് തറയിൽ വന്ന് വീഴുമ്പോഴത്തേക്ക് രവീന്ദ്രൻ അങ്ങോട്ട് നടന്നിട്ട് വേണം. അപ്പം ഫോട്ടോ എടുത്തിട്ട് പറയും, ഇതെന്നെ ഫോട്ടോ, ഇതെന്താ ഫോട്ടോ എന്നുള്ള എടുത്തോണ്ട് വന്നിട്ട് പറയും, ഇത് ആരുടെ ഫോട്ടോയാണ്, ഇത് ഇതിനു മുമ്പ് കണ്ടിട്ടില്ലോ, കണ്ടിട്ട് പേടി വരും എന്നൊക്കെ പറയും. ഉടനെ ചന്ദ്രമതിയോട് എന്ന് പറയുമ്പോൾ ഉടനെ എല്ലാവരും ചിരിക്കും. ഉടനെ സച്ചി പറയുന്നുണ്ട്, അച്ഛ അത് കണ്ണേറമ്മയുടെ ഫോട്ടോയാണ്. കണ്ണേറമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അമ്മയുടെ ഫോട്ടോയാന്ന് പറയാം. അമ്മയുടെ ഫോട്ടോ അതെ. കാരണം സ്തുതി പറയുന്നുണ്ട്, അച്ഛാ അത് ആന്ധ്രയിലും തെലുങ്കാനയിലും എല്ലാം ഒരുപാട് വിറ്റഴിക്കപ്പെട്ട ഫോട്ടോയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതെങ്ങനെ കിട്ടി, ഇതെങ്ങനെ സംഭവിച്ചെന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, അതെ ഇത് ഇവള് കാരണമുണ്ട്, ഇവളന്ന് മാവ് തലയിട്ടപ്പോഴത്തേക്ക് എടുത്ത ഫോട്ടോ ഇവള് തന്നെയാണ് തന്നെ ഇല്ലാതാക്കാന്ന്. അല്ലെങ്കിൽ ഇവള് പൂ വിറ്റ് ക്യാഷ് കിട്ടത്തില്ല, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വിറ്റ് കഴിയുമ്പോഴത്തേക്ക് കുറേ കൂടെ ക്യാഷ് കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്ക് വർഷ പറയുന്നുണ്ട്, ആൻറ്റി രേവതി ചേച്ചി എന്തിനെ കുറ്റപ്പെടുത്തുന്നത്, അന്ന് ഞാൻ ഇത് അന്ന് തലയിൽ മാവ് വീണപ്പോൾ ഞാനതെടുത്ത് ഫോട്ടോ എടുത്തിട്ട് സോഷ്യൽ മീഡിയ സ്റ്റാറ്റസ് ആയിട്ടിട്ടുണ്ട്. ആ സ്റ്റാറ്റസ് കണ്ടിട്ടാണ് ആൾക്കാർ ഇത് ആരോ എടുത്ത് പബ്ലിഷ് ചെയ്തേക്കുന്നത്, അല്ലാതെ വേറെ ആരും അല്ല എന്നുള്ള രീതി പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ രേവതി പറയുന്നുണ്ട്, ഇത് എങ്ങനെയും അല്ല രേവതി അല്ല, ഇതിപ്പോൾ ഏതായാലും പ്രചാരത്തിലായല്ലോ, നല്ലതാണെന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ സച്ചി പറയാം, അച്ഛാ ഇത് നല്ലൊരു ബിസിനസ്സാണല്ലോ അച്ഛാ. എടാ നീ എത്രയ്ക്ക് ഫോട്ടോ മേടിച്ചെന്ന് ചോദിക്കും. അപ്പോൾ 400 രൂപയ്ക്ക് പറയുമ്പോൾ, ഒരു ഫോട്ടോ 400, അപ്പോൾ 10 ഫോട്ടോ 10 ഫോട്ടോ 4000, അപ്പം 100 ഫോട്ടോ ആകുമ്പോഴത്തേക്ക് 40,000 രൂപ. 40,000 രൂപ, ഇത് നല്ലൊരു ബിസിനസ്സാണല്ലോ അച്ഛാ. ഇത് നമുക്ക് എന്തിനാണ് നേരത്തെ തോന്നാത്തത്, നമുക്കിത് നേരത്തെ ഇതിപ്പോൾ നമുക്ക് എടുത്തേക്കാം, എങ്ങനെ ഈ ബിസിനസ് ചെയ്തേക്കാന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ ശ്രുതി പറയുക, എടാ അതൊക്കെ നീയല്ലേ ചേട്ടൻ, ഞാൻ ബിസിനസ് മാഗ്നറ്റായി ഞാനാ ചെയ്യേണ്ടത്. ഉടനെ സച്ചി പറയുന്നുണ്ട്, ഇതിന് കോപ്പിറൈറ്റ് തരുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്തേക്കാന്നുള്ളത് പറയുമ്പോഴത്തേക്ക്, അമ്മ എനിക്കിതിന് കോപ്പിറൈറ്റ് തരാമെന്ന് ശ്രുതി അമ്മ ചോദിക്കുക, എടാ നീ മര്യാദയ്ക്ക് ഇരുന്നോളൂ എന്നൊക്കെ പറയും. കാരണം ഇതിപ്പം എന്ത് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും ചിരിക്കുമ്പോഴത്തേക്ക് സച്ചി, എന്താണെങ്കിലും ഇതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ കാറിൽ വെക്കുന്നുണ്ട്, കാരണം എനിക്ക് കണ്ണുദോഷം ഇല്ലാതിരിക്കുകയാണെങ്കിൽ എനിക്ക് ഓട്ടം കിട്ടുന്നുണ്ട്. അപ്പം രേവതി പറഞ്ഞു, സച്ചിട്ടാ ഉണ്ടായിരിക്കുന്നുണ്ട്. എന്നാൽ ഇനി എന്താ കാരണം പറഞ്ഞാൽ എനിക്ക് ഒത്തിരി പേര് എനിക്ക് ഓട്ടം കിട്ടുന്നുണ്ടെന്ന് ഒത്തിരി പേര് കണ്ണു നോക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ വെറുതെ ഇരിക്കത്തില്ല, എനിക്കും ഒരു ഫോട്ടോ വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക്, ഇതെല്ലാവരും ചെയ്യുന്ന എന്നെ ഇല്ലാതാക്കുവാണോ, ഞാൻ എല്ലാത്തിനും ശരിയാക്കുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് പറയാം, നിങ്ങളോടൊക്കെ മനുഷ്യൻ സംസാരിക്കുമെന്ന്. അപ്പം രവീന്ദ്രൻ പറയാം, അന്ന് നീ കുഴപ്പമില്ല, നീ മനുഷ്യനല്ലോ എന്നുള്ള രീതി പറയാണ്. അടുത്ത് കാണിക്കുന്ന സീൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയുടെ അമ്മയാണ്. അമ്മ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ശ്രുതി മെയിനായിട്ട് സംസാരിക്കുക, ഇന്നലെ എന്നെ പോലെ മറ്റേ ആ ജോത്സ്യനെ കണ്ടായിരുന്നു, ഞാൻ സ്വപ്നം കണ്ടിട്ടാണെങ്കിൽ ശ്രുതിനെ എല്ലാവരും വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വിടുന്നതായിട്ടുള്ളൊരു സ്വപ്നം കണ്ടത്. ഇപ്പോൾ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യുന്നത് എനിക്കറിയത്തില്ല, പക്ഷേ അവളെ എല്ലാവരും അവർ പുറത്താക്കും എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അന്ന് സ്വപ്നം കണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അമ്മ പേടിക്കണ്ട, നോക്കാം കുഴപ്പമില്ല എന്ന് പറയുമ്പോഴത്തേക്ക്, ഇല്ല ജോർസിൻ പറഞ്ഞത് കറക്റ്റാണ്, ജോർസിൻ ഇതിനു മുമ്പ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ജോർസിൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫലിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇനി പേടിയാവുന്നുണ്ട് മോളെ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, ആൻറ്റി പേടിക്കണ്ട എന്നുള്ള രീതി ശ്രുതി പറയുന്നുണ്ട്, അല്ല ഒരു മീര പറയുന്നുണ്ട്. അപ്പം ശ്രുതി അങ്ങോട്ട് കിടന്നു, എന്താ അമ്മ കാര്യം എന്ന് പറഞ്ഞാൽ, അമ്മ എന്നെ മോളെ ഇന്ന പോലെ സ്വപ്നം കണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, അതുപോലെ ജോർസിനെ കാണുമ്പോൾ ജോർസിനെ അങ്ങനെ പറഞ്ഞെന്ന് പറയുമ്പോഴത്തേക്കും അതൊന്നും പേടിക്കേണ്ട, കാര്യം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണെന്നുണ്ടെങ്കിൽ പോലും
ഇപ്പം നല്ല കാലം തന്നെ. കാരണം പുള്ളി പറയുന്ന പോലെ നല്ല അമ്മ സ്വപ്നം കണ്ട പോലെ ഇപ്പം എനിക്ക് നല്ല കാലം. ഞാൻ എൻ്റെ ഭർത്താവായിട്ട് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുക, കുഴപ്പമൊന്നുമില്ല. കൂടുതലായിട്ട് ഞങ്ങൾ നല്ല രീതിയിൽ അടുത്ത് പോകുന്നു. മാത്രമല്ല ഞങ്ങൾക്ക് പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങിയില്ലേ എന്നുള്ള പറയും. ഇപ്പം ഇതൊക്കെ മാറിക്കോളും എന്നുള്ള രീതിയിൽ പറയാം. അമ്മ അതിനെക്കുറിച്ച് പേടിക്കണ്ട എന്ന് പറഞ്ഞു വിടുവാണ്. അടുത്ത കാണിക്കുന്ന സീൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഷോറൂമിൽ ശ്രുതി വരുമ്പോഴത്തേക്കും ഒരു ഫോട്ടോ എടുത്തിട്ട് ഒരാളിങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കുക. ഉടനെ പുള്ളി എടാ ഇത് മര്യാദയ്ക്ക് മാറ്റിക്കോ, ഇത് എൻ്റെ അമ്മ എല്ലാം കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കഷ്ടകാലം തുടങ്ങും, അതുകൊണ്ട് ഇതൊന്നും ഇവിടെ വെക്കണ്ട എന്നുള്ള രീതിയിൽ പറയുകയാണ്. ആ സമയത്ത് തന്നെ നമ്മുടെ ഒരു കോള് വരുന്നത് ശ്രുതിക്ക്. എന്നിട്ട് പറയാണ് എന്നെ പോലെ അഭിലാഷ് മേനോൻ സാറെ പറഞ്ഞു എന്നാണ് സാറിനെ വിളിച്ച് കുറേ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് എക്സൈറ്റ്മെൻറ്റും സന്തോഷം കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കോള് കട്ടേക്കുമ്പോൾ ശ്രുതി ചോദിക്കും എന്താന്ന് പറയാം. എന്നിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് മറ്റവനെ വിളിച്ചിട്ട് പറയും എടാ ആ ഫോട്ടോ എടുത്തിട്ട് ഇപ്പം തന്നെ ഇവിടെ എടുത്ത് ഫ്രെയിം ചെയ്ത് വെച്ചോ, നല്ല ഐശ്വര്യം വന്നിട്ടുണ്ട്, നീ പറ കാര്യം പറ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ പറയാം അല്ല അഭിലാഷ് സാർ അറിഞ്ഞു ഇന്നപോലൊരു ബിസിനസ് ഡെവലപ്പായ ബിസിനസ് നല്ല രീതിയിൽ വന്നതുകൊണ്ട് അതിൻ്റെ അകത്ത് ഒരു 10 ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്, ആ പ്രോഫിറ്റിൻ്റെ കാര്യം പറയാൻ വേണ്ടി വിളിച്ച, അപ്പം നല്ല ഐശ്വര്യമാണ് എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ അവൻ്റെ കൂട്ടുകാരൻ വരുന്നുണ്ട്. കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞ് ശ്രുതി ഒരു ചെറിയ പ്ലാനുണ്ട്, നമുക്ക് ചെയ്താലോ എന്ന് വെച്ചാൽ എന്നാ പ്ലാൻ എന്നെ പറ, ഒരു രക്ഷപ്പെടാനുള്ള മാർഗ്ഗം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സംഭവം പറയുമ്പോഴത്തേക്ക് ഇന്നപോലെ ഒരു ഞാനൊരു വാക്കിങ്ങിന് പോയപ്പോഴത്തേക്ക് ഒരു സാറിനെ കണ്ട. ആ സാറ് എന്നോട് കാര്യം സംസാരിച്ചത് ഇന്നപോലെയാണ്. വേറൊന്നുമല്ല, ഒരു വീട് ഉണ്ട്, 5 കോടി രൂപ മതിപ്പുള്ള വീടാണ്. ആ വീട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയും നമുക്കൊരു 3 കോടി രൂപയ്ക്ക് പുള്ളി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളി അപ്പം പറഞ്ഞു എനിക്ക് പറ്റത്തില്ല, അതിനുള്ള കാശൊന്നുമില്ല. എൻ്റെ എന്താ എടോ പുള്ളി പറഞ്ഞതൊരു വിദ്യാഭ്യാസമുള്ള നല്ല ചെറുപ്പക്കാരനെ കൊടുക്കത്തുള്ളൂ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് ശ്രുതി നിന്നെയാണ് ഓർത്തതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആണോ ശരി നോക്കാമെന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ഇത്രമാത്രം കാശ് എങ്ങനെയാണെന്ന് പറയും. വേറെ ഒന്നും ചെയ്യാൻ ഇവർ കുറച്ച് അഡ്വാൻസ് കൊടുത്താൽ മതി. കുറച്ച് അഡ്വാൻസ് കൊടുത്തിട്ട് ബാക്കി കാശ് നമുക്ക് ലോൺ എടുക്കാമല്ലോ. ലോൺ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. അങ്ങനെയാണ് മാസം ഇവിടുന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എടുത്ത് നമുക്ക് അതിൻ്റെ ലോൺ അടവും കാര്യങ്ങളും നടക്കും. എല്ലാം കൊണ്ടും പ്രോഫിറ്റ് നല്ല രീതിയിൽ കിട്ടുമെന്ന് ശ്രുതി പറയുവാണ്. അങ്ങനെ ശ്രുതി പറയുമ്പോഴത്തേക്ക് ശ്രുതിയല്ല മറ്റേ കൂട്ടുകാരൻ പറയുമ്പോഴത്തേക്ക് അങ്ങനെയാണെങ്കിൽ അന്ന് ആലോചിക്കാമെന്ന് ശ്രുതിയും പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ശ്രുതിയും ഓക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുവാണ്. അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിക്കുന്നത്. അപ്പം വരും ദിവസങ്ങളിൽ കൂടുതലായിട്ട് വിശേഷങ്ങൾ നല്ല രീതിയിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരും സപ്പോർട്ട് ചോദിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് ഇവിടെ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.